ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിലെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണെന്ന്. മറ്റൊന്നുമല്ല, നരേൻ്റെ വീട്ടിലോട്ട്, നരേൻ്റെ ഔട്ട് ഹൗസിലോട്ട് കാവേരിയും കുടുംബവും താമസം മാറുകയാണ്. അങ്ങനെ നമ്മുടെ ശാരദയും ഒക്കെ താരയുടെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ്. കാരണം തലേ ദിവസം താര ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീലമോളേനൊക്കെ. കാരണം എന്താ വെച്ചാൽ ജയപാലൻ താരയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അവരാ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഭയന്നിട്ടാണ് താര യഥാർത്ഥത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല. അങ്ങനെ ശാരദ രാവിലെ എണീറ്റിട്ട് എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ട് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ രാധമ്മ പറയും, എന്താ നിങ്ങൾക്ക് ഇറങ്ങാൻ ഇത്ര താമസം? എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതേ ദേഷ്യം വരുന്നു, എന്തോ ഒരു അസ്വസ്ഥത പോലെ, വേഗം ഇറങ്ങാൻ നോക്ക് പിള്ളേരെയെന്ന്. അപ്പോൾ ശാരദ പറയും, അമ്മയ്ക്ക് ഡ്രസ്സ് മാറ്റി ഇങ്ങനെ നിന്നാൽ മതി, പക്ഷേ എനിക്കങ്ങനെയാണോ? ഈ പിള്ളേരെയൊക്കെ ഒന്ന് ഒരുക്കി എണീപ്പിച്ചിട്ട് വേണ്ടേ പോവാൻ? ഒന്നും മുടി പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല എന്നൊക്കെ ശാരദ പറയുകയാണ്. അങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് വിനീത് വണ്ടിയിലോട്ട് വെക്കുകയാണ്. അപ്പോൾ വിനീത് വന്ന് ചോദിക്കുകയാണ്, ഇനിയും ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ അമ്മേന്ന്. അപ്പോൾ ശാരദ പറയും, എടുക്കാനൊന്നും മറന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്, എന്നാലും ഒന്നുകൂടി എന്തോ എടുക്കാൻ മറന്ന പോലെ ഒരു മനസ്സിലൊരു ഉൾഭയമെന്ന്. അപ്പോൾ കാവേരി പറയാതെ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതല്ലേ, എവിടേക്കെങ്കിലും പോകുമ്പോൾ അമ്മ എന്തെങ്കിലും എടുക്കാൻ മറന്ന പോലെയാണെന്ന്. അപ്പോൾ ശാരദ പറയുകയാണ്, എന്നാൽ ശരി നമുക്ക് ഇറങ്ങാൻ നോക്കാം, ആ കുട്ടിയോടൊന്ന് യാത്ര പറയണ്ടേ എന്ന് പറയുകയാണ്. എന്നിട്ട് ശാരദ താരയെന്ന് വെച്ചിട്ട് ഇങ്ങനെ താഴത്തുനിന്ന് വിളിക്കും. അങ്ങനെ താര മോളിൽ നിന്ന് സ്റ്റെയറിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കും, എന്താണ്? ഞങ്ങൾ പോവാണ്, മോള് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് ശാരദ പറയുമ്പോൾ താര അതൊന്നും കേൾക്കാത്ത പോലെ പറയും, ശരി നിങ്ങൾ പോവുകയാണെന്ന് വെച്ചെങ്കിൽ, ഞാൻ കുറച്ച് പണിയിലായിരുന്നു, നിങ്ങൾ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ആ വാതിലൊന്ന് അടച്ചിട്ടേക്കു സിറ്റ് ഔട്ടിലെ എന്ന് പറഞ്ഞ് അവർക്ക് നല്ല യാത്രയപ്പൊന്നും കൊടുക്കാതെയാണ് താര അവരെ യാത്രയാക്കുന്നത്. അങ്ങനെ അപ്പോൾ അവർ വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ യമുന പറയും, അമ്മോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ ചേച്ചിയോട് യാത്രയൊന്നും പറയണ്ടെന്ന്, നമുക്ക് ഇന്നലെ നല്ല സ്വീകരണമല്ലേ നൽകിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശാരദ പറയും, എന്നാലും നമ്മൾ പറയാതിരിക്കുന്നത് ശരിയല്ല, നമ്മളോട് ഒരു അത്യാപത്ത സമയത്ത് നമ്മൾ സഹായിച്ചവരാണ് ആ കുട്ടി, അപ്പോൾ അതിനോട് എന്തായാലും തീർച്ചയായും യാത്ര പറയാതെ പോകുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ യാത്ര പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ കാറിൽ കയറി പോകുമ്പോൾ തന്നെ താര ജയപാലനെ വിളിക്കും. ജയപാലനെ വിളിച്ചിട്ട് പറയും, ജയപാലനെങ്കിൽ അവരെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ഇനി എന്താണ് എന്ന് വെച്ചാൽ ജയപാലനങ്ങൾ ചെയ്തോളൂ, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. അവർ പോയപ്പോഴാണ് താരയ്ക്കൊന്ന് സമാധാനമായത്, താര ഒന്ന് റിലാക്സ് ആയത്. കാരണം താരയ്ക്ക് അത്രയും പേടിയുണ്ടായിരുന്നു ജയപാലനെ. അങ്ങനെ അവർ പോയി. ഇതേ സമയം വേറൊരാളും കൂടി യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്, മറ്റാരുമല്ല നിവിനൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നിവിൻ്റെ അച്ഛൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിവിൻ എറണാകുളത്തോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജി വന്നിട്ട് സത്യനോട് പറയും, അല്ല സത്യേട്ടാ, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ യാത്ര വേണോ എന്ന്. അപ്പോൾ സത്യവാൻ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അല്ല വേറൊന്നുമല്ല, കാരണം അവനിവിടുന്ന് പോകാമെന്ന് പറയുമ്പോൾ എനിക്കെന്തോ പ്രയാസം പോലെ എന്ന്. അപ്പോഴേക്കും നീ ലഗേജൊക്കെ ആയിട്ട് വരും. അപ്പോൾ രാജശ്രീ ചോദിക്കും, അല്ല നീ എങ്ങോട്ടാ ഇത്ര നേരത്തെ? അതല്ല അമ്മേ, ഇപ്പോൾ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ട്രാഫിക് ഉണ്ടാവില്ല, സമാധാനമായിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഒരുങ്ങിയത് എന്ന്. അപ്പോൾ രാജി പറയും, നിനക്ക് പോകണം എന്ന് നിർബന്ധമുണ്ടോ? പിന്നെ അച്ഛനല്ലേ എനിക്ക് അഡ്മിനിസ്ട്രേഷനുള്ള കോഴ്സിനുള്ള ഒക്കെ ശരിയാക്കി തന്ന അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഞാൻ എന്തായാലും പോകുമെന്ന് പറയും. അപ്പോൾ രാജി പറയും, നീ പോണത് കൊച്ചിക്ക് തന്നെയല്ലേ, തിരുവനന്തപുരത്തേക്കൊന്നുമല്ലല്ലോ. അപ്പോൾ നിവിൻ പറയും, അച്ഛനല്ലേ എനിക്ക് കോഴ്സ് റെഡിയാക്കി തന്നത്, പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് ഇത്ര സംശയം എന്ന് പറഞ്ഞിട്ട് നിവിൻ അവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നിവിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് യാത്ര പറയുമ്പോൾ. അപ്പോൾ രാജി സത്യവാനോട് ചോദിക്കും, അല്ല സത്യേട്ടാ, നിങ്ങൾ അവൻ്റെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ? മുൻപ് എന്നും അവൻ ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു ഈ സന്തോഷം, ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് സന്തോഷം, അതാണ് എനിക്കൊരു പ്രയാസം. പിന്നെ അവൻ ഇനി അടുത്ത പ്രശ്നങ്ങളിലൊന്ന് പോയി ചാടാഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അതും ഒരു ഭയമുണ്ട് എന്ന് പറയുകയാണ് രാജി. അപ്പോൾ സത്യവാൻ രാജീനെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ നല്ലപോലെ പോയി പഠിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ട് രാജീനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ രാജി പറയും, ശരി സത്യേട്ടൻ പറയണേൽ ഞാനങ്ങോട്ട് വിശ്വസിക്കാം, അല്ലാനിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാജിയും സത്യവാൻ്റെ കൂടെ കൂടുകയാണ്. ഇതേ സമയം നമ്മുടെ കാവേരിയും വീട്ടുകാരും നരേൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേരുകയാണ്. അങ്ങനെ അവർ കാറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ യമുന പറയും, ഇത് നല്ല വലിയ വീടാണല്ലോ, ഇവരാണോ ഈ വീടിൻ്റെ ഓണേഴ്സ് എന്ന്? അതെ, അപ്പുറത്ത് നിൽക്കുന്ന ആ ഔട്ട് ഹൗസാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ യമുന പറയും, കാണുമ്പോൾ തന്നെ എന്തോ ഒരു പെശകുണ്ടല്ലോ ആ വീടിനെന്ന്.
അപ്പോൾ കാവേരി അവളെ വഴക്ക് പറയുകയാണ്, നിനക്ക് എല്ലാറ്റിനും എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ടാവും, ആദ്യം ഈ വീട്ടിലൊന്ന് കയറട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശാരദ പോയിട്ട് കോളിംഗ് ബെല്ലടിക്കും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഗായത്രിയാണ് വാതിൽ തുറക്കുക. അപ്പോൾ അംബികാമേനെ കാണാൻ വന്നതാണ്, വീട് വാടകയ്ക്ക് നോക്കാൻ ഇന്നലെ വന്നിരുന്ന ആൾക്കാരാണെന്ന് ശാരദ പറയും. അങ്ങനെ അപ്പോൾ അതേ സമയം അംബിക ചായ കുടിക്കും. അപ്പോൾ ഗായത്രി പറയും, നിങ്ങളിവിടെ നിൽക്കും, ഞാൻ പോയിട്ട് താക്കോലെടുത്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് പറയും, അമ്മേ ദേ അവർ വന്നിട്ടുണ്ട്, അവർ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു, കാരണം കുറേ വീട്ടുകാരെയൊക്കെ കൂടെ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അംബിക പറയും, നീ ഒരു കാര്യം പറ, എന്ന് അവരോട് പോയി പറ, ഇവിടെ വീടൊന്നും വാടകയ്ക്കില്ല എന്ന്. അപ്പോൾ അംബികയുടെ ഭർത്താവ് പറയും, അത് പറഞ്ഞാൽ ശരിയാവില്ല, നീ തന്നെ പോയി പറ. അങ്ങനെ അവർ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ നരേനെ കാണിക്കുന്നത്. നരേൻ നല്ല ഉറക്കമാണ് രാവിലെ തന്നെ. അപ്പോൾ നരേനെ രാവിലെ തന്നെ വിളിച്ചെടിയിപ്പിക്കുന്നത് ജയപാലനാണ്. എന്നിട്ട് ജയപാലൻ വിളിച്ചിട്ട് നരേനോട് പറയും, ഫോൺ നരേനോട് വിളിച്ചിട്ട് പറയാണ്, അതെ ഞാൻ ജയപാലനാണ് വിളിക്കുന്നത് എന്ന്. അപ്പം നരേൻ പറയും, ശരി എന്ന് പറയും. നരേൻ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ ജയപാലൻ വീണ്ടും വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ ജയപാലൻ തന്നെയാണ്. അപ്പോൾ നരേൻ പറയും, ഇതന്നെയല്ലോട് താൻ നേരത്തെയും പറഞ്ഞത്, എനിക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പുതിയതായിട്ട് പറ എന്ന് പറയും. നരേൻ വീണ്ടും ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ ജയപാലൻ വിളിച്ചിട്ട് പറയും വീണ്ടും, എടാ ചെക്ക നീ കളിക്കാൻ നിൽക്കല്ലേ, ജയപാലൻ എന്ന് കേട്ടാൽ തന്നെ ഈ പുഷ്പവാടിയിലുള്ള ആൾക്കാർ നിക്കറിൽ മുള്ളും. അപ്പോൾ നരേൻ പറയും, എൻ്റെ പൊന്ന് ജയപാലേട്ട, ഞാൻ എണീറ്റ് വരുന്നതേ ഉള്ളൂ, നിക്കറിൽ മുള്ളാറായിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ജയപാലൻ പറയാണ്, അല്ലടാ നിൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന്. അപ്പോൾ നരേൻ പറയും, എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുക, ആര് പറഞ്ഞു, ഞാനങ്ങനെ വീടൊന്നും വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന്. നീ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ നിൻ്റെ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു കൂട്ടർ വന്ന് നിൽക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ, അവർക്കെങ്ങനെ നീ വാടകയ്ക്ക് കൊടുത്ത് എൻ്റെ തനി സ്വഭാവം നീ കാണും എന്ന് പറയണം. അപ്പോൾ നരേന് പറയും, പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അപ്പോൾ നരേൻ പറയും, അതൊക്കെ താൻ എന്തിനാടോ അതിലിടപെടുന്നത് എന്ന്. അപ്പോൾ ജയപാലൻ പറയുകയാണ്, നീ എങ്ങാനും ആ വീട് അവർക്ക് വാടകയ്ക്ക് കൊടുത്താൽ നിൻ്റെ വീടും നീ വാടകയ്ക്ക് കൊടുത്ത വീടും നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയും ആ വീട്ടിലെ ആൾക്കാരെ ഞാൻ തീർക്കും എന്ന് പറയുകയാണ്. അത് നരേന് ഇഷ്ടപ്പെട്ടില്ല. നരേൻ പറയും, എന്നാൽ ശരി, നീയൊന്നും ഇങ്ങോട്ട് വാടാ, എന്നെ തീർക്കാൻ വായോ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നരേൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ അംബികയും ഗായത്രിയൊക്കെ കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ നരേൻ പറയും, അല്ല മുത്തശ്ശി ഇന്നലെ വീട് ക്ലീൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് താക്കോല് ചോദിച്ചത് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാനാണല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അംബിക പറയും, അപ്പോൾ അംബിക ഞാൻ കൊടുക്കുന്നില്ല മോനെ. അപ്പോൾ നരേൻ പറയും, അത് പറ്റില്ല, എന്തായാലും അവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കണം, ഇനി അവർ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചില്ലെങ്കിലാണ് പ്രശ്നമെന്ന് പറഞ്ഞ് നരേൻ താക്കോലെടുത്ത് അംബികയുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ ആ താക്കോലെടുത്തിട്ട് ഗായത്രി അവർക്ക് കൊണ്ടുകൊടുക്കണം, കാവേരിക്കൊക്കെ. അങ്ങനെ കാവേരിയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് കയറുമ്പം ഗംഗ പറയും, നല്ല പൈസയ്ക്ക് അഹങ്കാരമുള്ള ആൾക്കാരെന്ന് തോന്നുന്നു, എത്ര സമയമാണ് ഇവർ താക്കോല് തരാൻ വേണ്ടി എടുത്തത് എന്ന്. അപ്പോൾ കാവേരി പറയും, അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കാണുമ്പോൾ ആ മുത്തശ്ശി നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷേ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് എന്തോ ഒരു ഭയമുള്ളതുപോലെ, ആരെയും ഒരു ഭയക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ജയപാലൻ വന്നിട്ട് അവരെ ആക്രമിക്കുന്നതും, ആക്രമിക്കുമ്പോൾ 4 പെൺകുട്ടികളും ഒറ്റക്കെട്ടായിട്ട് ജയപാലനിട്ട് അടിക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇനി നരേൻ്റെ വീട്ടിലെ കഥകളാണ് വരാൻ കിടക്കുന്നത്.